ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പല ക്ലിനിക്കുകളിലും പോയി അവസാനം പോയ IVF ചെയ്യുന്ന ഒരു ക്ലിനിക്കിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഈ കേസിന് 0.4 ആണ് AMH, അതുകൊണ്ട് വളരെ ലോ ആണ്, എഗ്ഗ് കിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് IVF മാത്രമേ പോകുമ്പോഴേയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ, അതിനിടയിൽ ഒരു അബോർഷനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ IVF നോക്കണം സാർ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞ സമയത്ത് അവരെ കൗൺസിലിങ്ങിന് വിട്ടു. അപ്പോൾ കൗൺസിലർ പറഞ്ഞില്ല, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി പിന്നെയും കുറയും, അപ്പോൾ IVF പോലും പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തുമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡായി, കരഞ്ഞിട്ടാണ് അവർ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന് ശേഷമാണ് അവർ എന്നെ തേടി വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു 0.4 ഉള്ളൂ AMH, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മെഡിസിൻസിൽ നോക്കാമെന്ന് പറഞ്ഞു. ഏകദേശം 5 മാസത്തെ മെഡിസിൻ പോയി. ഇപ്പോൾ അവൾ പോസിറ്റീവാണ്, 4 മാസം പ്രഗ്നൻ്റ് ആണ്. ഇന്ന് അവൾ ക്ലിനിക്കിൽ വരുമ്പോൾ അവളുടെ കൂടെ മറ്റൊരു പേഷ്യൻറ്റും കൂടി ഉണ്ട്, അവളുടെ റിലേറ്റീവായിട്ടുള്ള മറ്റൊരു കപ്പിളിനെ നമ്മുടെ ക്ലിനിക്കിൽ എടുത്ത് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കേസ്, അതായത് നമ്മുടെ മുമ്പിലോട്ട് കരഞ്ഞ് കയറി വന്നൊരു പിന്നെ ചിരിച്ച് കയറി വരുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. മാത്രമല്ല അവർക്ക് അറിയാവുന്ന മറ്റു പേഷ്യൻസിനടുത്ത് അവർ പറയും ഡോക്ടറെ അടുത്ത് പോവാൻ, നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്കും കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള ആശ്വാസത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുഞ്ചിരിയൊക്കെയാണ് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, ആസ് എ ഡോക്ടർ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങളെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മുടെ ക്ലിനിക്ക് വെച്ച് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.